എൻ്റെ സന്ധ്യാവന്ദനങ്ങൾ. തിരുവെഴുത്തുകളുടെ പഠനം അതിശക്തമായി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ദൈവവേലയിലായിരിക്കുന്ന, ദൈവസഭാ ശുശ്രൂഷയിലായിരിക്കുന്ന, പ്രത്യേക കുടുംബത്തിന്റെ ചുമതലക്കാരായി നിലനിൽക്കുന്ന മാതാപിതാക്കളോട്, സഹോദര വൃന്ദങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ പരിഹാരമില്ല എന്ന് കരുതുന്ന ഏതൊരു വിഷയമാകട്ടെ, നാളുകളായി വിവിധ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് കുടുംബത്തിലെ അംഗങ്ങൾക്ക്, സഹോദരങ്ങൾക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക് വ്യത്യസ്ത നിലവാരങ്ങളിൽ ഒരു മാറ്റവും കാണാതിരിക്കുമ്പോൾ, അവർ ഏറ്റവും ഉണങ്ങിയ അസ്ഥി കഷ്ണങ്ങളെ പോലെ ആയിരിക്കുമ്പോൾ, വിശ്വസിക്കാമോ ദൈവത്തിന്റെ ശബ്ദം? ഈ അസ്ഥി കഷ്ണങ്ങൾ ജീവിക്കുമെന്ന്. വിശ്വസിക്കാമോ ദൈവദാസനെ? ദൈവസഭ ഉണർത്തപ്പെടുമെന്ന്. വിശ്വസിക്കാമോ ദൈവസഭയിൽ ഒരു മാറ്റമുണ്ടാകുമെന്ന്? വിശ്വസിക്കാമോ ദൈവമാണ് എന്നെ താഴ്വരയിലേക്ക് അയച്ചതെന്ന്? യെഹെസ്കേൽ പ്രവാചകനെ താഴ്വരയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ദൈവം പറയുകയാണ്, മനുഷ്യപുത്ര, നീ കാണുന്നില്ലേ, ഞാൻ നിന്നെ ഈ അസ്ഥികളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നത്, ഞാൻ നിന്നെ ഈ കുടുംബത്തിൽ കൊണ്ടുവന്നത്, ഞാൻ നിന്നെ ഈ സഭയിൽ കൊണ്ടുവന്നത് ഇവിടെ നിന്നിലൂടെ ചില പ്രവൃത്തികൾ ചെയ്യുവാനാണ്. അതെ പ്രിയപ്പെട്ടവരെ, നിന്നിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കും, നിശ്ചയമായും പ്രവർത്തിക്കും. നിങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുവാനുള്ളത്. ഇവിടെ നമുക്ക് ഓടി ഒളിക്കുവാൻ പറ്റുകയില്ല. ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമോ? നീ ചിന്തിച്ചിട്ട് എന്താ നിനക്ക് പറയുവാനുള്ളത്? നമ്മുടെ ദൈവം ചോദിക്കും, എന്താ പറയാനുള്ളത്? പ്രവാചകൻ പറയുന്നു, കർത്താവേ, നീ അറിയുന്നു എന്ന്. എനിക്കിതിനകത്തൊന്നും പറയാനില്ല. ഞാൻ ചുറ്റി നടന്നതാ. ഞാൻ എൻ്റെ പരിശ്രമങ്ങളെല്ലാം നടത്തിയതാ. ഞാൻ ഓരോ സഹോദരങ്ങളെയും കണ്ട് സംസാരിച്ചതാ. ഞാൻ സഭയിൽ ഓരോ കുടുംബത്തോടും ഇടപെട്ടതാ. എന്നാൽ ഒന്നിനോടൊന്ന് യോജിപ്പാൻ കഴിയാതെ വ്യക്തികൾ മാറി നിൽക്കുകയാണ്. കർത്താവേ, നീ അറിയുന്നു. ഞാൻ എൻ്റെ മക്കളോട്, എൻ്റെ മരുമക്കളോട് ആവോളം ഞാൻ സംസാരിച്ചതാ. പക്ഷെ അവിടെ ഒന്നും ഒരു മാറ്റവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കർത്താവേ, നീ അറിയുന്നു. ഇവിടെയാണ് നമ്മിലൂടെ തന്നെ പ്രവർത്തിക്കുന്ന ദൈവം. മനുഷ്യപുത്രൻ, നീ പറ, നിന്റെ മുമ്പിൽ ചിതറിക്കിടക്കുന്ന ഈ അസ്ഥി കൂമ്പാരത്തോട് നീ വിളിച്ചു പറ, ഏറ്റവും ഉണങ്ങിയ അസ്ഥികളെ നിങ്ങൾ ജീവിക്കുവാൻ പോവുകയാണ്. നിങ്ങളിൽ ശ്വാസം വരുത്തുന്ന ദൈവമുണ്ട്. നിങ്ങളിൽ മാംസം പിടിപ്പിക്കുന്ന ദൈവമുണ്ട്. നിങ്ങളിൽ അസ്ഥിയോട് ചേരുന്ന അനുഭവങ്ങളുണ്ട്. തൊക്കുകൊണ്ട് പൊതിയുന്ന അനുഭവമുണ്ട്. ഞരമ്പുകൾ പാകുന്ന അനുഭവമുണ്ട്. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാമോ? ഇന്നൊരു ബന്ധവുമില്ലാതെ അകന്നിരിക്കുന്ന, ബന്ധങ്ങൾ വിട്ടിരിക്കുന്ന അസ്ഥി കഷ്ണങ്ങളോട്, സഭാംഗങ്ങളോട്, കുടുംബത്തിലെ വ്യക്തികളോട് ദൈവവചനത്തിലൂടെ മാത്രമൊന്ന് ഇടപെടാമോ? ശക്തമായ പ്രവൃത്തികൾ ചെയ്യുക. ഒരു വിസ്ഫോടനമായ അനുഭവങ്ങൾ ഉണ്ടാവുക. നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ചില വിടുതലുകൾ സംഭവിക്കണമെങ്കിൽ കുടുംബത്തിൽ ഭൂകമ്പം ഉണ്ടാകണം, സഭയിൽ ഭൂകമ്പം ഉണ്ടാകണം, അത്ഭുത വിടുതലുകൾ ഉണ്ടാകണം. അതുപോലൊരു ഭൂകമ്പമല്ലേ ലാസന്റെ മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാസന്റെ ജീവിതത്തിലെ വിഷയം എന്ന് പറയുന്നത്.
പ്രതീക്ഷയ്ക്ക് അതീതമായി സംഭവിക്കുന്ന ഒന്നിനാണ് ഭൂകമ്പം എന്ന് പറയുന്നത്. നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇവ സംഭവിക്കും വിടുതലിന് വേണ്ടി മാത്രം.